everyone, I'm Dr. Manoj Johnson, lifestyle physician, John Marin Hospital, Pala. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഭൂരിഭാഗം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒത്തിരിയേറെ ആളുകൾ വന്നിച്ച് പറയാറുണ്ട്, എനിക്ക് താല്പര്യം തന്നെ തോന്നുന്നില്ല, കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ 3 കൊല്ലമായി ഇങ്ങനെ ഒരു ഉദ്ധരണം നടക്കുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇജാക്കുലേറ്റ് ആകുന്നു, ഇങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ചിലർ വന്ന് പറയാണ്, എനിക്ക് ഉദ്ധരണം നടക്കുന്നില്ല, എൻ്റെ ലൈഫിൽ ആകെ പ്രശ്നമാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കും, നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ? ചിലർ പറയും ഷുഗർ ഉണ്ട്, ചിലർക്ക് ഷുഗർ ഇല്ല. അപ്പൊ രണ്ടാമത് നമ്മൾ ചോദിക്കും, നിങ്ങൾക്ക് യൂറിക് ആസിഡ് ഉണ്ടോ? ചിലർ പറയും ഉണ്ട്, ഇല്ല, അങ്ങനെ. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞതിന്റെ കാരണമാണ് മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഒരു 80% സാധ്യതകളും നമുക്ക് പ്രമേഹമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെയുള്ളത് കൊളസ്ട്രോള്, യൂറിക് ആസിഡ്. ഇതാണ് നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ. അതാണ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. HbA1c എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് 3 മാസത്തെ എവറേജ് ബ്ലഡ് ഷുഗർ നോക്കുന്ന ഷുഗറിന്റെ ഒരു ടെസ്റ്റാണ്. അതേപോലെ തന്നെ ലിപ്പിഡ് പ്രൊഫൈൽ, ടോട്ടൽ കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെട്ട ലിപ്പിഡ് പ്രൊഫൈലും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുമാണ് നമ്മുടെ കൊളസ്ട്രോളിന് വേരിയേഷൻസ് എത്ര ഉണ്ടെന്നുള്ളത് അറിയാനുള്ളത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റിൽ യൂറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഒരു ടെസ്റ്റാണ്. അത് സിംഗിൾ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. യൂറിക് ആസിഡ് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം ഭൂരിഭാഗം ആൾക്കാർക്കും യൂറിക് ആസിഡ് കാണും, പക്ഷെ അവർ എപ്പോഴാണ് അത് ശ്രദ്ധിക്കാൻ പോകുന്നതെന്ന് അറിയാവോ? അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ജോയിന്റ് പെയിൻസ് വരുന്ന സമയത്താണ് അത് ശ്രദ്ധിക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല, ജോയിന്റ് പെയിൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സിംറ്റം മാത്രമേ ഉള്ളൂ. പക്ഷെ യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ ബ്ലോക്ക് ഉണ്ടാകും, യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ ഉദ്ധരണ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം യൂറിക് ആസിഡ് കൂടിയാൽ ഉണ്ടാവും. അതുകൊണ്ട് ആർക്കെങ്കിലും ലൈംഗിക താല്പര്യ ഇല്ല എന്നല്ല, ലൈംഗിക താല്പര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ആ ഒരു രീതിയിലേക്ക് വരുന്നു, ഉദ്ധരണം കുറയുന്നു, പെട്ടെന്ന് പോകുന്നു, ആ ഒരു ലൈംഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പുരുഷന്മാരിൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 3 ടെസ്റ്റുകൾ പോയി ചെയ്യുക. ഷുഗറിന്റെയും കൊളസ്ട്രോളിന്റെയും യൂറിക് ആസിഡിന്റെയും. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നതിനകത്താണ് നമ്മൾ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. സ്ട്രെസ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കൗൺസിലിംഗ് ആയിട്ടും സൈക്കോതെറാപ്പീസ് ആയിട്ടും ആ ഒരു രീതിയിൽ വേണം. പിന്നെ ഭൂരിഭാഗം ആളുകൾ പറയാറുണ്ട്, എനിക്ക് ടാഡാഫിൽ അല്ലെങ്കിൽ ഈ വയോഗ്ര റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് എടുക്കുമ്പോൾ അന്നേരം ഒരു ഇത് തോന്നും, പക്ഷെ അത് പിന്നെ കിട്ടുന്നില്ല എന്നുള്ളത്. എനിക്ക് എപ്പോഴും അത് എടുക്കേണ്ട ഒരു ബുദ്ധിമുട്ടിലേക്കാണ് വരുന്നത്. പക്ഷെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കണം, നമുക്ക് വയാഗ്ര പോലത്തെ മെഡിക്കേഷൻസ് എന്ന് പറയുന്നത് ലൈംഗിക അവയവങ്ങൾക്കുള്ള രക്തയോട്ടം കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കൂടുതൽ വാസോ ഡയലറ്റേഷൻ, അതായത് രക്തക്കൊഴലുകൾ വികസിച്ച് കൂടുതൽ രക്തയോട്ടം അവിടെ കിട്ടുന്നത് കൊണ്ട് ഉദ്ധരണം നടക്കും എന്നുള്ളതല്ലാതെ അതും നമ്മുടെ ലൈംഗിക താല്പര്യമായിട്ട് വലിയ ബന്ധമില്ല. അതുകൊണ്ട് നമ്മുടെ ലൈംഗിക താല്പര്യങ്ങൾ കുറഞ്ഞു എന്ന് പറഞ്ഞാലും ഈ ഒരു ഉദാഹരണം അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ആകും. അതുകൊണ്ട് തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള മെത്തഡുകൾ തന്നെയാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഈ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേന് അതൊന്നും മതിയാകത്തില്ല, ആ ഒരു രീതിയിലേക്ക് വരുന്നതാണ്. പല സാഹചര്യങ്ങളിൽ ഏജ് ആകുന്ന അനുസരിച്ച് നമുക്ക് ഈ ഉദാഹരണക്കുറവ് ഉണ്ടാകും. ഇതിനെല്ലാത്തിനും ബേസിക് റീസൺ എന്നറിയോ? വളരെ സിമ്പിൾ, ബ്ലോക്കുകളാണ്. രക്തക്കുഴലുകളിലെ ബ്ലോക്കുകളാണ്. നമുക്ക് ആകെ രക്തക്കുഴൽ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താ അറിയാവുന്നത്? ഹാർട്ടിന്റെ ബ്ലോക്ക്. ഹാർട്ടിന്റെ ബ്ലോക്ക് എങ്ങനെയാണ്? അതിനൊരു സിംറ്റമും കാണിക്കത്തില്ല. ഒന്ന് അറ്റാക്ക്, അല്ലെന്നുണ്ടെങ്കിൽ നെഞ്ചിടിപ്പ്, നെഞ്ചുവേദന, കുഴഞ്ഞു വീഴുക, അതൊക്കെയാണ് അതിന്റെ സിംറ്റം. കാരണം അത് അങ്ങേയറ്റം ആകുമ്പോഴേ കാണിക്കത്തുള്ളൂ. പക്ഷെ അതിന് മുമ്പേ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മുടെ രക്തക്കൊഴലുകൾക്ക് ഡാമേജ് ഉണ്ടോ ഇല്ലെന്നുള്ളത്. എങ്ങനെയാണെന്നറിയോ? വളരെ സിമ്പിൾ. കാലിന് മരവിപ്പുണ്ടോ? രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരുന്നുണ്ട്. അതേപോലെ ഉദ്ധരണക്കുറവുണ്ടോ? വരുന്നുണ്ട്. കാഴ്ചയുടെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ? ഈ എല്ലാം ബ്ലോക്കുകൾ സംഭവിക്കുന്നതാണ്. അതിനകത്ത് ലൈംഗിക അവയവങ്ങളിലേക്ക്, പുരുഷന്റെ ലൈംഗിക അവയവത്തിലേക്ക് പോകുന്ന രക്തക്കൊഴലുകളിൽ ബ്ലോക്ക് വരുമ്പോഴാണ് നമുക്ക് ഒരു 80% ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ തുടങ്ങുന്നത്. അപ്പൊ അതിന്റെ മെയിൻ കാരണങ്ങളിൽ ഒരു കാരണം പ്രമേഹവും കൊളസ്ട്രോളും യൂറിക് ആസിഡുമാണ് മെയിൻ ആയിട്ടുള്ള വരുന്ന കാര്യങ്ങളിൽ. അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഈ ബ്ലോക്കുകൾ ക്ലിയർ ആക്കാനുള്ള മെഡിക്കേഷൻസ്. കാരണം നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഒരാൾ വന്നേച്ച് പറയാണ്, എനിക്ക് കാലിന് മരവിപ്പാണ്, എനിക്ക് പിടിച്ച് മുള്ളു കുത്തുന്ന പോലത്തെ വേദനയാണ്, അങ്ങനെ പറഞ്ഞാലും നമ്മൾ കൊടുക്കുന്ന സെയിം മെഡിസിൻ ആണ്. കാരണം എന്താണ്? അവിടെ മരവിപ്പ് മാറ്റാനല്ല, ആ രക്തക്കൊഴലിൽ പോകുന്ന രക്തയോട്ടം ക്ലിയർ ആക്കി വിടുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടും ചെയ്യുന്നത്. അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് ആളുകൾ ഇങ്ങോട്ട് പറയാറുണ്ട്, ഞാൻ ഡോക്ടറോട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് ഞാൻ ഉദ്ധരണ പ്രശ്നം പറഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷെ എനിക്ക് ആ പ്രശ്നം ശരിയായി എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണ്? ആ കാര്യത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഭൂരിഭാഗ സാഹചര്യങ്ങളിൽ രക്തക്കൊഴലുകളുടെ ബ്ലോക്കുകൾ ക്ലിയർ ആക്കുക എന്നതാണ് മെയിനായിട്ട് നമ്മളിവിടെ
ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാതെ എപ്പോഴും നമ്മൾ ഈ വയാഗ്ര കഴിച്ചുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിച്ചുകൊണ്ടോ ആങ്സൈറ്റി വന്നുകൊണ്ടോ കുടുംബ പ്രശ്നം വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ ഒരു മാനസിക ബുദ്ധിമുട്ട് കൊണ്ടോ ഇരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് നമുക്ക് ഈ അവസാനം വന്ന് ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞ രീതിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ രക്തക്കുഴൽ ബ്ലോക്കുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിന്റെ മെയിൻ ഒരു സിംറ്റം എന്ന് പറയുന്നത് ഉദ്ധരണക്കുറവ് കൂടിയാണ്. അതേപോലെ കാലിന്റെ മരവിപ്പ്, പുകച്ചില്, മസിൽ കയറ്റ രീതികള്, പെരുപ്പുണ്ടാകുന്നത്, ഇതും കളർ മാറ്റം വരുന്നത്, ഇതെല്ലാം ബ്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ബ്ലോക്ക് എന്ന് ഉദ്ദേശിക്കും നമ്മൾ നോക്കുന്ന DVT, ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്ന കാലിലേക്ക്, അത് മാത്രമല്ല, അത് വലിയ വെയിനുകൾക്ക് വരുന്ന ബ്ലോക്കുകളാണ്. ഇത് ചെറിയ ചെറിയ രക്തക്കുഴലുകൾക്ക് കാപ്പിലറീസിന് വരുന്ന ബ്ലോക്കുകളാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടൊന്ന് മാറ്റി പിടിച്ചാൽ കാര്യം ക്ലിയർ ആയിട്ട് നടക്കും. അതുകൊണ്ട് ആദ്യം പോയി ടെസ്റ്റ് ചെയ്യുക. പിന്നെ വെയിറ്റ് ഉണ്ടെങ്കിൽ ബോഡി വെയിറ്റ് ഒന്ന് കുറയ്ക്കുക. ഈ അരിയും ഗോതമ്പും കിഴങ്ങ് വർഗ്ഗ സാധനങ്ങൾ കാർബോഹൈഡ്രേറ്റിന്റെ അളവൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരിക. ഒരു നേരത്തെ ഫാസ്റ്റിംഗ്, അത് ഒരു രാത്രിയാണെന്നുണ്ടെങ്കിൽ രാത്രി, രാവിലെ ആണെങ്കിൽ രാവിലെ 16 hours ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുവാണെന്നുണ്ടെങ്കിലും ഇതൊരു ബെസ്റ്റ് മെത്തഡ് ആയിട്ട് കിട്ടും. ഷുഗർ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട്, ഷുഗറൊക്കെ ചിലർ പറയാറുണ്ട് ഞാൻ 2 നേരം ഇൻസുലിൻ എടുക്കുന്നു, 2 നേരം മരുന്ന് എടുക്കുന്നുണ്ട്, ഇപ്പൊ ഒരു 160 ഉണ്ട് ഷുഗർ, കുഴപ്പമില്ല എന്ന രീതിയിൽ വരും. അല്ല, ഇത്രയും മരുന്ന് എടുത്തിട്ട് 160 നിൽക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് മരുന്ന് എടുക്കാത്? അപ്പം നമ്മൾ ഡയറ്റ് ഒക്കെ കൺട്രോൾ ചെയ്ത് ലിവർ ഫംഗ്ഷൻ ഒക്കെ പ്രോപ്പർ ആക്കി എടുത്ത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്ത് ആ ഒരു മെത്തഡിൽ നമ്മുടെ ബോഡി റിപ്പയർ ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ ഈ ഉദ്ധരണ പ്രശ്നം ക്ലിയർ ആയിട്ട് ശരിയാകാനുള്ളതേ ഉള്ളൂ. പക്ഷെ കുറച്ചുനാൾ പ്രമേഹം നിന്ന് നമുക്ക് കൂടുതൽ ഡാമേജുകൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊന്ന് ഒരു തിരിച്ചു വരവ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഒരു ലൈഫല്ലേ ഉള്ളൂ, എല്ലാം നോക്കിയും കണ്ടും എൻജോയ് ചെയ്യേണ്ട ആൾക്കാരാണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു പ്രശ്നമുണ്ട് എന്ന് ചെറിയൊരു തോന്നൽ വരുമ്പോ തന്നെ നോക്കിക്കോണം. കൊളസ്ട്രോള്, ഷുഗർ, യൂറിക് ആസിഡ്, ഇതിനെന്താണ് ഭക്ഷണക്രമം വേണ്ടത് അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ ഇനി യൂറിക് ആസിഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇറച്ചിമീനും പയറുപരിപ്പ് വർഗ്ഗങ്ങളാണ് ഏറ്റവും കൂടുതൽ യൂറിക് ആസിഡ് കൂടുന്നത്. പക്ഷെ അത് മാത്രമല്ല ഇവിടുത്തെ വിഷയം. യൂറിക് ആസിഡ് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. യൂറിക് ആസിഡ് പ്രശ്നത്തിന് നമ്മൾ ഇൻറ്റസ്റ്റൈന് ഗ്യാസിന്റെ പ്രശ്നങ്ങളുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഹെൽത്തി ബാക്ടീരിയസിന്റെ ഡെഫിഷ്യൻസി ഉണ്ടോ, അങ്ങനെ പലതും നോക്കിയിട്ട് വേണം യൂറിക് ആസിഡ് കുറഞ്ഞു. ഇല്ലെങ്കിൽ എന്താണ്, എല്ലാവരും പോയി യൂറിക് ആസിഡ് മരുന്ന് എടുക്കുന്നു, അന്നേരം കുറയുന്നു, പിന്നെ ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും യൂറിക് ആസിഡ്. ഇത് ഇവിടുന്ന് യൂറിക് ആസിഡ് വരുന്നത്. ഇത് കാരണം എന്താ വെച്ചാൽ ഈ ഇറച്ചി മീനും പയർ വരുമ്പോൾ കുറച്ചുകൊണ്ട് മാത്രം യൂറിക് ആസിഡ് കുറയത്തൊന്നുമില്ല. അതിന് വേറെ കാരണങ്ങൾ കുറച്ചുണ്ട്. ആ ഒരു മെത്തഡോട് ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്താൽ മാറും. അതുകൊണ്ട് ഈ മെത്തഡുകളാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഉദ്ധരണക്കുറവുള്ളവർ ഈ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ നമുക്ക് ക്ലിയർ ആക്കാൻ സാധിക്കും. ഒത്തിരി നാൾ ഈ ഉദ്ധരണക്കുറവ് പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഹാർട്ട് അറ്റാക്കിന്റെ മെയിൻ ഒരു കാര്യം കൂടെ. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഹാർട്ടിന്റെ പ്രശ്നമൊന്നും മാത്രമല്ല, പല സ്ഥലങ്ങളിലായിട്ട് ബ്ലോക്കുകൾ കാണുന്നത് കുറച്ച് കാലങ്ങളായിട്ട്. പിന്നെ നമുക്ക് ഹാർട്ടിന്റെ രക്തക്കുഴലിലേക്ക് വരുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് രീതികളിലേക്ക് വരുന്നത്, സ്ട്രോക്കിന്റെ രീതിയിലേക്ക് വരുന്നത്. പല രീതിയിലാണ് ഇതിനകത്ത് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം ഇതാണ് ഈ വീഡിയോയുടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.